ഒരു പ്രേമക്കപ്പെട്ടലന ഒരു കണ്ണനെ കണ്ണു വന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു കണ്ണില്ല കണ്ണില്ല കണ്ണുണ്ടാതെ നിൽക്കുന്നു ചന്ദന കുറിയണിഞ്ഞു അംഗങ്ങളുണ്ട്, മറ്റെല്ലാ അംഗങ്ങളും നമ്മളൊരു വിനോദയാത്രയോട് കൂടി ഒന്നിക്കുകയും അതോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ നിതീഷ് മാഷിയുടെ യാത്രയൊക്കെയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സ്നേഹോപഹാരം നൽകുകയുമാണ്. അപ്പം അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അത് നൽകാൻ വേണ്ടിയിട്ട് സുരേഷ് മാഷെ ക്ഷണിക്കുന്നു. തീരെ സങ്കീർണമായിട്ട് കാണാത്ത, വളരെ സ്വതന്ത്രനായിട്ട് ജീവിച്ച ഒരാൾ, വേണമെങ്കിൽ നമുക്ക് പാഠമായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തന്ന ഒരാളാണ് രവി. എല്ലാവരും വളരെ ടെൻഷനിൽ ജീവിക്കുമ്പോൾ വളരെ ലളിത സുന്ദരമായിട്ട് ജീവിച്ച
കാണിച്ചു തന്ന ഒരു മനുഷ്യൻ നമുക്കിടയിൽ നിന്ന് ആ ജോലി അവസാനിപ്പിച്ച് പോകുമ്പോൾ നമുക്ക് അതിൽ വിഷമമുണ്ട്. രതീഷ് മാഷ് ഏതാണെന്നല്ല നമ്മുടെ വിഷയം. നമ്മളോടൊപ്പം ജീവിച്ച, ഇത്രയും സ്വാതന്ത്ര്യത്തിൽ ജീവിച്ച ആ മനുഷ്യനോട് നമുക്ക് എങ്ങനെ കടപ്പെടണം എന്നുള്ളത് അറിയിച്ചു. കൂടാതെ ഈ അധ്യാപകൻ കഴിഞ്ഞ കാലം അത്രയും അവിടെ ഉണ്ടായ സമയം മുഴുവൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും ഒക്കെ ഒരേപോലെ ഒപ്പം നിന്ന ഒരാളാണ്. ആ നിലയ്ക്ക് ഞാൻ ഈ അധ്യാപകൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള മാറി നിൽക്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരം സ്ഥലത്തിൽ നമ്മളോടൊപ്പം ഏറെ വർഷങ്ങൾ ഒന്നിച്ച് തുഴഞ്ഞ രതീഷ് മാഷ് നമ്മളിൽ നിന്ന് ഇന്ന് വിട്ടുപോവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ്. എന്നെ ആ സ്കൂളിലേക്ക് എത്തിച്ചതും മാഷാണ്. മാത്രമല്ല, നേരത്തെ സുരേഷ് മാഷ് പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് ജീവിതത്തെ വളരെ ലാഘവത്തോടു കൂടി കണ്ട ഒരു മനുഷ്യനാണ്. ചില പരിമിതികളുണ്ട്, പക്ഷേ ആ പരിമിതികളിൽ നിന്നൊക്കെ ഉപരിയായിട്ട് മാഷിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക, ഡയറക്റ്റാണ്, വളച്ചു കെട്ടില്ലാതെ കാര്യങ്ങൾ പറയുക, പെട്ടെന്ന് ചൂടാവും ഞാൻ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പലപ്പോഴും ഞാനും മാഷും തെറ്റിയിട്ടുണ്ടെങ്കിൽ മാഷാണ് എന്നെ വന്ന് ആദ്യം ഹെഡ് ചെയ്യുക. എനിക്ക് എന്തോ ഒരു ഇതാണ്, അത്തരം കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ആളാണ്. മാത്രമല്ല എല്ലാം രസകരമായിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാനും രതീഷ് മാഷും ഒരു ദിവസം സ്കൂളിലേക്ക് വരുമ്പോൾ കാറിൽ ഡ്രൈവ് ചെയ്ത് വരിക. അപ്പോൾ നമ്മളെ ചെക്ക് പോയിന്റ് ഇതില്ലേ, പാലം, ടൂൾ ബൂത്ത്, അവിടെ കുടുങ്ങിപ്പോയി. ഞങ്ങളുടെ അടുത്ത് രണ്ടിടത്തും ചില്ലറയില്ല. അപ്പം ഞങ്ങളുടെ വഴിയിൽ നിന്ന് ഒരു ഉണ്ണിയാപ്പത്തിൻ്റെ പേക്ക് വാങ്ങി മാഷ് വേഗത്തിൽ അയാൾക്കും കൊടുത്ത് ഞങ്ങളുടെ തരാൻ പൈസ ഇല്ല, ഇപ്പം ഇത് നിങ്ങൾ കയ്യിൽ വെച്ചോ. അയാൾ ഇത് നോക്കിയിട്ട് ഒരു ചിരിയാണ്, ഒന്നും പറഞ്ഞില്ല. അയാൾ നോക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. അത്രയും ലാഘവത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. പിന്നെ മാഷ് പോകുന്നത് എനിക്ക് പേഴ്സണലായിട്ട് വളരെ വലിയ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിലും ഞങ്ങൾ അടുത്താണ്, ഇടയ്ക്കൊക്കെ കണ്ടുമുട്ടാറുണ്ട്. ധാരാളം പരിമിതിയുള്ള മനുഷ്യനാണ്, അത് തുറന്നു പറയാമല്ലോ. പക്ഷേ പലതും നമുക്ക് അയാളിൽ നിന്ന് പഠിക്കാനുമുണ്ട്. അപ്പം ഈ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ജീവിതം എല്ലാവർക്കും സമ്പുഷ്ടമാകട്ടെ. സുരേഷ് മാഷ് അതിനൊക്കെ സീനിയർ അധ്യാപകനാണ്. നമ്മളെ റിട്ടയർഡായി പോകുന്ന മാഷും ഞാനും സ്കൂൾ മുതലാണ് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളത്. വന്നപ്പോൾ തന്നെ നമ്മളെ SS-ൻ്റെ ഗ്ലാമർ താരം, അത് രണ്ട് കാര്യത്തിലും ടീച്ചിങ് മേഖലയിലും ജീവിത രീതിയിലും ഒരേമാതിരി കൊണ്ടുപോയ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. കാരണം എന്തും വളരെ നിഷ്കളങ്കമായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് സാറിനുള്ളത്. നേരത്തെ ദിനേശ് മാഷ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെ രാഘവത്തോടു കൂടിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. പക്ഷെ മാഷ് ഇപ്പോൾ സംതൃപ്തിയാണെന്നാണ് പറയാറ്. കാരണം ഇത് കഴിഞ്ഞപ്പോൾ യോഗ എന്നൊരു മേഖലയിലേക്ക് പോയപ്പോൾ ഇപ്പോൾ ഒരു തിരക്ക് പിടിച്ച ജീവിതവും ഒപ്പം തന്നെ ഒരു ടൂറ് എവിടെയും കണ്ട് ആക്കുന്ന, ചിലപ്പോൾ ആ ചെറുപ്രായത്തിലുള്ള നഷ്ടപ്പെട്ട ജീവിതം ഇപ്പോഴാണ് തിരിച്ചു പിടിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അത് മുന്നോട്ട് പോയി ഈ ജീവിതം നല്ല രീതിയിൽ ഭദ്രമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രതീഷ് മാഷിൻ്റെ യാത്രയപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. രതീഷ് മാഷ് നമ്മുടെ അടുത്ത് നിന്ന് പോകില്ല, ഏതായാലും അങ്ങനെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. മാഷെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കയറിയ ആ വർഷം മുതൽ അന്ന് തന്നെയാണ് ഞങ്ങൾ ജാസിൻ്റെ പരിപാടിയുമായിട്ട് മലപ്പുറം അതുപോലെ ക്യാമ്പുകൾക്ക് ജാസിൻ്റെ തലയിലിടാൻ കുറച്ച് നോക്കിയിട്ടുണ്ട്. മലപ്പുറം അതുപോലെ പൊന്നാനി എല്ലായിടത്തും പോയി പോലെ പറഞ്ഞ പോലത്തെ ആൾ ജോലിയാണ്. അവിടെ പോയാൽ ഒരു ഇതില്ല, ടെൻഷൻ അടിക്കാതെ നമ്മളാണ് സന്തോഷിപ്പിച്ചുകൊണ്ട് പരിപാടിയിലേക്ക് കണ്ട് ആ പൊന്നാനിയിലെ ക്യാമ്പൊക്കെ ഇപ്പോഴും മറക്കുന്നില്ല. മലപ്പുറത്തെ പോലെ ഞാനും തുളസി ടീച്ചറും മാഷും കൂടെ പോയത്. ഗ്യാസിൻ്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിളിക്കുവാൻ വന്ന ആ സെറ്റിനൊക്കെ. പിന്നെ നമ്മളിങ്ങനെ മെല്ലെ ഊരി അയക്കാണ്ട് കൂടുതൽ ഇതാവേണ്ടാത്ത എല്ലാ പിന്നെ മാഷ ജീവിതം അങ്ങനെയാണ്. മാഷ ക്ലാസ് എടുക്കുമ്പോഴും ഒരുമിച്ച് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുമ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ആ നല്ല മട്ടത്തിൽ തന്നെ ക്ലാസ് എടുക്കും. എല്ലാ ഭാവുകളും നേർന്നുകൊണ്ട് മാഷ ഭാവി ജീവിതം നല്ല ഐശ്വര്യത്തിലും സമാധാനത്തിലുമായിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും വളരെ സന്തോഷവും അതോടൊപ്പം
സങ്കടവും തോന്നുന്ന ഒരു നിമിഷമായിട്ടാണ് എനിക്ക് ഇതിനെ അനുഭവിക്കാൻ കഴിയുന്നത്. രതീഷ് മാഷിനെ സംബന്ധിച്ച് എനിക്ക് സ്കൂളിൽ വരുന്നതിന് മുമ്പ് തന്നെ പരിചയമുണ്ട്. ഞാനവിടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ രതീഷ് സാർ അവിടുത്തെ ഒരു അധ്യാപകനായിരുന്നു. അതിലുപരി എൻ്റെ ഫാദറിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഇടയ്ക്ക് വരുന്ന ഒരാളാണ്. അന്ന് തന്നെ എനിക്ക് അദ്ദേഹവുമായിട്ട് പരിചയമുണ്ട്. പിന്നെ കൂടുതൽ പരിചയപ്പെടുന്നത് ടീച്ചിങ് പ്രാക്ടീസിന് വന്നപ്പോഴാണ്. ടീച്ചിങ് പ്രാക്ടീസിന് രതീഷ് സാറെ ക്ലാസ്സാണ് എനിക്ക് തന്നത്. അപ്പോൾ ഞാനത് ഇങ്ങനെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഈ എൻ്റെ ഇഷ്ടത്തിന് എടുത്തോ, എങ്ങനെയാണോ ഈ ആസ്വദിക്കാൻ കഴിയുന്ന ആ രൂപത്തിലേക്ക് എടുത്തോ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിൽ വന്നിരുന്നിട്ട് എന്നെ പേടിപ്പിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് ആസ്വദിക്കുന്നത് എങ്ങനെയാണ് ആ രൂപത്തിലേക്ക് എടുത്തോളും. അപ്പോൾ അത് സത്യത്തിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ബാക്കിയുള്ളവരുടെ ടീച്ചിങ് പ്രാക്ടീസിൽ ആ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിലെ സീനിയർ ടീച്ചേഴ്സ് വന്നിരുന്നിരുന്നു 2ഉം 3ഉം പീരീഡുകളിലൊക്കെ. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ ഒറ്റ പീരീഡ് പോലും രതീഷ് സാർ വന്നിരുന്നിട്ടില്ല. മാത്രമല്ല, ട്രെയിനിങ് കഴിയുന്ന സമയത്ത് നമുക്ക് സ്കോർ ഷീറ്റ് തരും ടീച്ചേഴ്സിന് കൊടുക്കാൻ, നമ്മളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് മാർക്ക് ഇടാൻ. എല്ലാ ടീച്ചേഴ്സും അത് മേടിച്ച് ആണ് കയ്യിൽ വെക്കുക ചെയ്തിട്ടുണ്ട്. ഞാൻ രതീഷ് മാഷ് എടുത്ത് കൊടുത്തപ്പോൾ രതീഷ് മാഷ് പറഞ്ഞാൽ ആ മാർക്കും ഇയ്യെന്നെ കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ അത്ഭുതമായി. കാരണം ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾക്ക് എത്ര മാർക്കാണ് തരിക എന്ന് പേടിച്ച് നിൽക്കുന്നോടത്താണ് രതീഷ് മാഷ് ആ സ്കോർ ഷീറ്റിൽ എൻ്റെ കയ്യിൽ തന്നിട്ട് എനിക്കുള്ള മാർക്ക് ഇയ്യെന്നെ കേട്ടോ, ഇയാണ് എന്നെ വിലയിരുത്തുന്നത് അറിയുന്നത്. കഴിഞ്ഞ മെയ് 31 നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഔദ്യോഗികപരമായി ഞാൻ വിടവാങ്ങിയെങ്കിലും കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ SS ക്ലബിൻ്റെ യാത്രയപ്പ് കുറച്ച് വൈകി. അത് വൈകിയത് വളരെ നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും അതിൽ ഒരു അംഗമായി തന്നെ തുടരുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഫുഹാദോട് പറയും, ആ ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഡിലീറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചില സമയത്ത് നമ്മുടെ സബ്ജക്റ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിതിൽ കേൾക്കാറുണ്ട്. അപ്പോൾ ആലത്തിയൂർ സ്കൂളിൽ ഞാൻ വന്നത് 1992 കാലഘട്ടത്തിലാണ്. അന്നവിടെ നമ്മുടെ SS-ൻ്റെ അധ്യാപകൻ രാമമാഷാണ് സീനിയറായിട്ടുള്ള അധ്യാപകൻ. അപ്പോൾ പല സ്ഥലത്തും പോയിട്ട് പറഞ്ഞു ഏറ്റവും നല്ല സ്കൂൾ ആലത്തിയൂർ സ്കൂളാണ് എല്ലാം കൊണ്ടും. അങ്ങനെ ആലത്തിയൂർ സ്കൂളിൽ ഞാൻ വന്നു. പിന്നെ അന്ന് ഞാൻ വന്നതിന് ശേഷം അന്ന് ശരിക്കും രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് അജിത്ത് വന്നത്. പിന്നെ നമ്മളെ സുകുമാരൻ, പിന്നെ KPS വന്നു. അന്ന് KPS-ന് വെള്ളക്കുപ്പായായിരുന്നു. KPS ഇത്ര വലിയ താടിയൊന്നുമില്ല. KPS-നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ആലത്തിയൂർ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ആലത്തിയൂർ സ്കൂളിലെ അന്ന് സീനിയർ അധ്യാപകർ കുഞ്ഞാപ്പ മാഷ്, സൈനുദ്ദീൻ മാഷ്. ഞാൻ ഫസ്റ്റിൽ ക്ലാസ് എടുക്കാൻ പോയത് സൈനുദ്ദീൻ മാഷ ക്ലാസ്സിലാണ്. അപ്പോൾ അന്ന് സൈനുദ്ദീൻ മാഷ ക്ലാസ് പോയപ്പോൾ സൈനുദ്ദീൻ മാഷിൽ നിന്ന് നിരീക്ഷിക്കുന്നു. ഇങ്ങനെ നമ്മളെ സീനിയർ അധ്യാപകർ ഇങ്ങനെ നോക്കും ക്ലാസ്സുകൾ എങ്ങനെയാണ്. കുഞ്ഞാപ്പ മാഷ് അപ്പോൾ ആദ്യകാലഘട്ടങ്ങളിൽ നല്ല നല്ല ക്ലാസ്സുകളാണ് തരിക. നമ്മൾ ഒരു 2 മണിക്ക് പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് വായിച്ച് റെഡിയാക്കണം. കാരണം നല്ല കുട്ടികൾ അന്ന് ടെസ്റ്റ് വായിച്ചിട്ട് ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. ഇന്നത്തെ പോലെ ടെക്സ്റ്റ് ബുക്കാണ് നോട്ടുകളൊക്കെ. അപ്പോൾ നമ്മൾ തലേന്ന് അന്നവിടെ താമസിച്ചിട്ടുണ്ട്, ഡെയിലി പോകാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, താമസിച്ചിട്ട് നോട്ട് തയ്യാറാക്കും, നല്ല ഷോർട്ട് നോട്ടൊക്കെ തയ്യാറാക്കിയിട്ട് പഠിപ്പിക്കും. അങ്ങനെ 5-6 വർഷം ഞാനങ്ങനെ അവിടെ ഒരു നല്ലൊരു അധ്യാപകരായിട്ട് കുറച്ച് കാലം ഞാൻ ആ സബ്ജക്റ്റുമായിട്ട് നല്ല ഇണങ്ങി പഠിപ്പിച്ചിരുന്നു. നല്ല നല്ല ക്ലാസ്സുകൾ കിട്ടിയിരുന്നു. പിന്നെ ഞാൻ ഇത് എൻ്റെ മേഖല വഴുതി പോകുന്ന ടേണിംഗ് പോയിന്റ് വരുന്നത് അന്ന് 1350 ഉറുപ്പിയാണ് ബേസിക് പേ. എൻ്റെ കയ്യിൽ 3500 ഉറുപ്പ്യ കിട്ടി. അപ്പോൾ ഈ 3500 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോലിയായി നടക്കാൻ പറ്റില്ല. നല്ല അന്നേ വസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടായിട്ട് വാങ്ങാനൊന്നും പറ്റില്ല. സത്യം തുറന്നു പറയാനത്. അങ്ങനെ ഡൈവേർട്ട് ചെയ്തപ്പോൾ പിന്നെ നമ്മളെ ടീച്ചിങ് മേഖലയിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങി. അതുവരെ സ്കൂള്, വീട്, തലേന്ന് അവിടെ താമസിച്ചിട്ട് നോട്ടൊക്കെ തയ്യാറാക്കും. അന്ന് സതീരത്നം ടീച്ചർ, പൽപ്പിനി ടീച്ചർ ഇവരൊക്കെ ഉണ്ട്. പിന്നെയാണ് സുരേഷ് വരുന്നത്. അപ്പോൾ അന്ന് നമ്മളെ ഓരോ ഹിസ്റ്ററിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. കാരണം വെറുതെ പറയാൻ പറ്റില്ല. ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് എസ്സേൻ്റെ പോയിൻ്റൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാനെന്ത് ചെയ്തു, കുറേ കാലം അങ്ങനെ ആദ്യ മേഖലയിൽ പോയി. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ഈ ടീച്ചിങ് പ്രൊഫഷന് മടുപ്പ് വരും. കാരണം എയ്ഡഡ് സ്കൂളല്ലേ, നമ്മൾ വേറൊരു സ്കൂളിലേക്ക് മാറുന്നില്ല. അതായത് ഒരു സ്ഥാപനത്തിൽ സ്ഥിരമായിട്ടിരിക്കുമ്പം സുഖസൗകര്യങ്ങളിൽ നമ്മളെങ്ങനെ വിരാജിച്ച് നിൽക്കും. അപ്പോൾ പിന്നെ അത് തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആ സമയത്താണ് നമ്മളെ സരോജിനി ടീച്ചർ HM ആയി വരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്നെ എന്ത് ചെയ്തു, DO കോൺഫറൻസിൽ
ഒരു പ്രതിനിധിയായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് എന്നെ എന്ത് ചെയ്തു അയച്ചു. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് സബ്ജക്റ്റ് പഠിപ്പിക്കാതെ DO കോൺഫറൻസിൽ പോവുക, ടീച്ചറെ പിന്നെ ഒരു പ്രതിനിധി റെപ്രസെൻറ്റേഷൻ എന്ന പോലെ അവിടെ പറയുന്ന കാര്യങ്ങൾ നോട്ട് എഴുതി കൊണ്ടുവരിക. അപ്പോൾ അന്ന് എനിക്ക് ക്ലാസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സുകൾ കുറഞ്ഞു. കാരണം ഞാനൊരു പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് മാറാൻ തുടങ്ങി. പിന്നെ ഓരോ ഹെഡ് മാസ്റ്റർമാർ വരുമ്പോൾ നമുക്ക് ഓരോ പോസ്റ്റ് വരുന്നത്. കാരണം ചെറിയ ആൾ നമ്മളെ ഫസ്റ്റ് കാലത്ത് നമുക്ക് ക്ലാസ്സിൽ പോകാനുള്ള ഒരു പ്രചോദനം തന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആക്കി. അപ്പം നമ്മളെ മൈൻഡ് ഓൾറെഡി വ്യതിചലിക്കാൻ തുടങ്ങി. പിന്നെ നമ്മളെ ടൂറ് പിന്നെ ഇങ്ങനെ ഓരോ ഇതായി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ട് നമ്മുടെ ആലത്തൂർ സ്കൂളിൽ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ദിനേശൻ പറഞ്ഞ പോലെ ദിനേശ് ഇടയ്ക്ക് ചീത്ത പറയും, KPS പറയും. പക്ഷെ ഞാനത് അന്നേരം തന്നെ മറക്കും. പിന്നെയും ഞങ്ങൾ കമ്പനിയാവും. ഫുഹാദൊക്കെ നല്ല ഏബിളാണ്. കാരണം എന്താ പറയുക, അവനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് രാവിലെ പോവുക. പിന്നെ സുബൈർ, പിന്നെ ഞാൻ യോഗയിലേക്ക് ഇങ്ങനെ പോയ സമയത്ത് എന്നെ MSc എടുക്കാൻ പ്രേരിപ്പിച്ചത് സാബു മാഷാണ്. കാരണം അതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരമായി. കേരള ഗവൺമെൻറ്റിൻ്റെ സ്പോർട്സ് കൗൺസിലിൻ്റെ ചാർജുള്ള കോഴിക്കോട് ജില്ലേൻ്റെ പ്രസിഡൻ്റായിട്ട് റിട്ടയർ ചെയ്ത് തന്നെ തലേന്ന് തന്നെ സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുത്തു. അപ്പോൾ എനിക്കിപ്പോൾ ഇനി SRCൻ്റെ ക്ലാസ്സാണ്. സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്ററിൻ്റെയും യോഗ അസോസിയേഷൻ്റെയും യോഗ ടീച്ചർമാരെ പരിശീലിപ്പിക്കാനുള്ള ക്ലാസ്സാണ്. ആ സമയത്താണ് ഞാൻ ടീച്ചിങ് മാനുവലിനെ പറ്റി അറിയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ടീച്ചിങ് മാനുവൽ എഴുതാത്തൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് സുരേഷൊക്കെ സമയം. അപ്പം ഞാൻ ഉടനെ സതീശനെ വിളിച്ചു. ഈ ടീച്ചിങ് മാനുവൽ വേണ്ട കോളങ്ങൾ എത്രയാണ്, അതായത് പിന്നെ 4 കോളം ഉണ്ടോയെന്നല്ല, എനിക്ക് കോളം എത്തി അറിയില്ല. സത്യം പറഞ്ഞാൽ ഒരു കോളം ഞാൻ സ്പർശിച്ചിട്ടേ ഇല്ല. B.Ed അന്നല്ലേ, അതിൽ നിന്നും മാറ്റം വരുത്തി ഇപ്പോൾ ടീച്ചിങ് മാനുവൽ. അപ്പോൾ ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശനോട് ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞു, ഒരു കഥ തിരക്കഥയാക്കിയാൽ മാത്രമേ അത് സിനിമയാവൂ, 2 മണിക്കൂർ കൊണ്ട്. അതേപോലെയാണ് എന്ത് ടീച്ചിങ് മാനുവൽ. ഒരു കഥ സിനിമയാക്കിയാൽ ചിലപ്പോൾ ഒരു മാസമോ ഒരു വർഷമോ പിടിക്കും. പക്ഷെ തിരക്കഥയാക്കിയാൽ അതെന്ത് ചെയ്യുക, ടൈം ഷെഡ്യൂളിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കവർ ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ ടീച്ചിങ് മാനുവൽ, ടീച്ചിങ് പ്രാക്ടീസ്, ഇതൊക്കെ ഞാൻ പിന്നീടാണ് പഠിക്കുന്നത് റിട്ടയർ ചെയ്തതിന് ശേഷം. പിന്നെ ആകെ പോകുന്നത് SLC വാല്യുവേഷനാണ്. അതെനിക്ക് ഭയങ്കര ഹരമാണ്. ഞാൻ അവിടെ താമസിച്ചിട്ടാണ് പേപ്പർ വാല്യൂ ചെയ്യുക. അതൊരു പോകുമ്പോൾ ഒരു കാറിൽ കുറച്ച് ഭക്ഷണവും എല്ലാം പാക്ക് ചെയ്ത് ഒരുപാട് ആളുണ്ടാവും. ഒരു നല്ല രസകരമായിട്ട് നമുക്ക് പറ്റിയ കമ്പനിയായിട്ടൊക്കെ താമസിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ സുരേഷും ഉണ്ടായിരുന്നു ആദ്യകാലത്ത് വാല്യുവേഷൻ. പിന്നെ സുരേഷ് മാറി അത് സെൻസർ ചെയ്തു. അപ്പോൾ അങ്ങനെ നല്ല അനുഭവം. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്കൂളൊക്കെ എൻജോയ് ചെയ്തിട്ടാണ്. രാവിലെ ഞങ്ങൾ കോയമ്പത്തൂർ ട്രെയിനിന് വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആയാൽ ആ വണ്ടി കോയമ്പത്തൂരേക്ക് പോകുന്നതാണ്. അപ്പോൾ ദിനേശനും സതീശനും ചെന്നൈ സിൽക്ക് പോയിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് ട്രെയിനിന് വരും. അപ്പോൾ ഒരിക്കലും ഞാനതൊരു കടമ്പയായിട്ട് എനിക്ക് എൻ്റെ ജോലി ഇതായിട്ടില്ല. പിന്നെ വിരമിച്ചപ്പോൾ ഞാൻ കുറച്ചും കൂടി കെട്ടുപാട് പെട്ടുപോയി. കാരണം എന്താണ്, ഉറപ്പാൻ പറ്റില്ല. ഒരു അധ്യാപകനായിട്ട് എനിക്ക് കർശനമായ നിയന്ത്രണം വന്നത് ഈ യോഗ ഫീൽഡിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കും, ചോദ്യം ചോദിക്കും, ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുക. ആലത്തൂർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുറന്ന പുസ്തകമാണ്, ഒരു തുറന്ന ബാസ്റ്റിൽ ജയിൽ പോലെയായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭവം തന്നെ ബാസ്റ്റിൽ ജയിലിൽ സമരക്കാർ പുറത്തു പോയതാണ് വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്, അല്ലേ? എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ബാസ്റ്റിൽ ജയിൽ തുറന്നു വിട്ടതോടുകൂടിയാണ് ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആലത്തൂർ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതുമില്ല. കാരണം മാനേജർ കുഞ്ഞാപ്പൂക്ക എന്ന് പറഞ്ഞ ഫുആദിൻ്റെ പാപ്പിയായിരുന്നു. പിന്നെ MBS, പിന്നെ മൊയ്തീൻ മാഷ്, ഇവരൊക്കെ എൻ്റെ വീട്ടിൽ വരും, സുരേഷ്. അപ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. പിന്നെ ആ ഒരു 7-8 വർഷം, ഒരു 2000 വരെ ഞാൻ നല്ലൊരു അധ്യാപകരായിട്ട് എൻ്റെ ഒരു മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ പുതിയ ആൾക്കാർ വരട്ടെ, അവർക്ക് വേദി വേണ്ടേ. എന്നും നമ്മൾ തന്നെ ഈ SS പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ. പുതിയ ആൾക്കാർ കഴിവുള്ളവരാണ്, PG ഉള്ളവരാണ്, ഒരുപാട് ഫെസിലിറ്റേറ്ററാണ്, വഴികാട്ടികളാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ നമ്മൾ മാറിക്കൊടുക്കണം. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ നമ്മളെ ആസിഫ് മാഷ്, സുബൈർ മാഷ്, പിന്നെ എൻ്റെ JRCൻ്റെ ചാർജ്, ആ JRC ഞാൻ സാറിന് കൊടുത്തു. അപ്പോൾ എല്ലാവിധ കാര്യങ്ങളും. പിന്നെ ഇനി എന്ത് ടൂറുണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും. പിന്നെ ഞാനൊരു ഓഫർ കൊടുത്തിരുന്നു, ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു ടൂർ പോകാനുള്ളൊരു എമൗണ്ട്. അതിപ്പോൾ പെൻഷൻ പാസ്സായിട്ടുണ്ട്. ജബ്ബാർ മാഷോട് പറഞ്ഞു എനിക്ക് വലിയ പബ്ലിസിറ്റി ഒന്നും വേണ്ട, ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ, അത് പഠനത്തിൻ്റെ നിലവാരത്തിലല്ല, 5000 രൂപ ഒരു വർഷം കൊടുക്കും നമ്മൾ മരിക്കുന്നത്. ആ 5000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ
പാവപ്പെട്ട കുട്ടികൾക്ക് ടൂർ പോകാനാണ്. കാരണം അധ്യാപകരെല്ലാം പോകുമ്പോൾ ഏറ്റവും കഴിവുറഞ്ഞ കുട്ടികൾ ഇത് കാണുന്നുണ്ടാവും. അത് ഞാൻ ജബ്ബാറോടും സിദ്ദിഖോടും പറഞ്ഞിരുന്നു. അത് അന്ന് പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ ഈ വർഷം കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ വർഷം പോകാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്ന ഈ യാത്രയപ്പ് സംരംഭത്തിനും അതുപോലെ തന്നെ ഉപഹാരത്തിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ സംഗ്രഹിക്കുന്നു.